നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന കയർഫെഡ് ഷോറൂമിൽ തീപടർന്ന് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി സൂചന. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. മലയാളി മജീഷ്യൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ മാജിക് ഫെസ്റ്റിന് ആലപ്പുഴയിൽ തുടക്കമായി. പ്രമുഖ മജീഷ്യൻ സാമ്രാജ്യ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. മുൻമന്ത്രി ജി സുധാകരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇത്തിരി സ്ഥലത്ത് ഒത്തിരി കൃഷി ചെയ്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി തീർന്നിരിക്കുന്ന കുട്ടിക്കർഷകരാണ് ഫരീദയും ഫാദിയയും എന്ന് മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് പറഞ്ഞു. മട്ടുപ്പാവിലെ കുട്ടിത്തോട്ടം സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരസഭ ശതാബ്ദി മന്ദിരം ആലിശ്ശേരി റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. 1,58 ലക്ഷം രൂപ ചെലവിൽ BMBC നിലവാരത്തിൽ പൂർത്തിയാക്കിയ റോഡ് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന കയർഫെഡ് ഷോറൂമിൽ തീപടർന്ന് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി സൂചന. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന കയർഫെഡ് വിൽപ്പനശാലയിൽ തീപിടുത്തമുണ്ടായി ലക്ഷങ്ങളുടെ കയറുൽപ്പന്നങ്ങൾ കത്തിനശിച്ചു. ശനിയാഴ്ച രാവിലെ 8:30ഓടെയാണ് ഷോറൂമിനുള്ളിൽ തീപടർന്നത്. കയറുൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ നിന്നും ശക്തമായ പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ കയർഫെഡ് ജീവനക്കാരെയും അഗ്നിശമന സേനയെയും വിവരമറിയിച്ചു. നമ്മുടെ ധാരണ അപ്പോൾ അതിങ്ങനെ കൂടി വന്നപ്പോഴത്തേക്ക് ഞാനിവിടുത്തെ നമ്മുടെ സെക്യൂരിറ്റി ഒക്കെ എടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് ഒരു പുക വരുന്നുണ്ടല്ലോ, എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അകത്ത് കയറി നോക്കുമ്പോൾ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, അത്തരത്തിൽ പുകയായി. പുറവശത്ത് നിന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെയും കത്തുന്നുണ്ട്. അപ്പോൾ വലിയ തരത്തിലുള്ള പുക ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിനകം നിറയെ പുകയായിപ്പോയി. അപ്പോൾ അവരെന്തായാലും തീ അണച്ചിട്ടുണ്ട്, സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. അകത്തോട്ട് ആദ്യം കയറാൻ പറ്റാത്ത ഒരു വലിയ ശ്വാസമുട്ടലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ആദ്യം. തുടർന്ന് ആലപ്പുഴ ഫയർ സ്റ്റേഷനിൽ നിന്നും ആദ്യ യൂണിറ്റ് സംഭവ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും തീ അണയ്ക്കുവാൻ സാധിച്ചില്ല. തുടർന്ന് ചേർത്തല, തകഴി, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള 4ഓളം ഫയർ യൂണിറ്റുകൾ എത്തി ഏറെ പരിശ്രമത്തിലൊടുവിലാണ് തീയണച്ചത്. കയർ, റബ്ബർ ഉൽപ്പന്നങ്ങൾ കത്തിയുണ്ടായ കനത്ത പുക കാരണം അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആദ്യം ഷോറൂമിനകത്തേക്ക് കടക്കുവാനായില്ല. ഷോറൂമിലെ എയർ കണ്ടീഷണറിലാണ് ആദ്യം തീ കണ്ടത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ആദ്യ നിഗമനം. ഫയർഫോഴ്സ് ആലപ്പുഴ സ്റ്റേഷൻ ഓഫീസർ S പ്രസാദ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ S സുനിൽ, ലീഡിംഗ് ഫയർമാൻമാരായ N ജോഗി, രാജേഷ്, ഫയർമാൻമാരായ ശശി, അഭിലാഷ്, നൌഫൽ, രതീഷ്, ശ്രീജിത്ത്, പ്രശാന്ത്, ബെഞ്ചമിൻ, കണ്ണൻ, അഭിലാഷ്, ഉദയൻ, യേശുദാസ്, H പ്രശാന്ത്, ആന്റണി എന്നിവരും ആലപ്പുഴ DYSP ബിജു V നായർ, സൗത്ത് സർക്കിൾ ഇൻസ്പെക്ടർ റെജിരാജ്, SI മാരായ P വിജയപ്പൻ, S ഷാബു, S ഗിരീഷ്, മുഹമ്മദ് റിയാസ്, അമ്പലപ്പുഴ താലൂക്ക് ദുരന്ത നിവാരണ ഡെപ്യൂട്ടി തഹസിൽദാർ സുനിൽകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ VS സൂരജ്, പടിഞ്ഞാറെ വില്ലേജ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരായ S സന്തോഷ്, R ബിജുമോൻ എന്നിവർ തീയണയ്ക്കുവാൻ നേതൃത്വം നൽകി. വിവരമറിഞ്ഞ കയർഫെഡ് ചെയർമാൻ TK ദേവകുമാർ, വൈസ് ചെയർമാൻ R സുരേഷ് എന്നിവരും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. നേരത്തെ ജീവനക്കാരും നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് കത്തി നശിപ്പിക്കാത്ത ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് മാറ്റിയത് കൂടുതൽ നാശനഷ്ടം ഉണ്ടാകാതിരിക്കാൻ സഹായിച്ചു. തീപിടുത്തത്തെ തുടർന്നുണ്ടായ യഥാർത്ഥ നഷ്ടം കണക്കാക്കിയിട്ടില്ല. അതേസമയം ഇപ്പോൾ തീപിടുത്തമുണ്ടായ ഷോറൂം കെട്ടിടം പൊളിച്ച് പുനർനിർമ്മിക്കുവാൻ പേപ്പർ നൽകിയിട്ട് 1 വർഷം തികഞ്ഞിട്ടും നാളിതുവരെ ടൗൺ പ്ലാനിംഗ് വിഭാഗം അനാവശ്യ തർക്കം പറയുന്നതല്ലാതെ കെട്ടിടം പൊളിച്ചു നീക്കുവാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് കയർഫെഡ് ചെയർമാൻ TK ദേവകുമാർ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. വർഷമായി ഇവിടുത്തെ ടൗൺ പ്ലാനിന്റെ അതേപോലെ തന്നെ ഇതിന്റെ എല്ലാം പുറകെ നടക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഇതൊന്നും പൊളിക്കാനുള്ള അനുവാദം കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു പകുതിക്ക് 30 സെന്റ് അടുത്തൊരു പെട്രോൾ പമ്പും ബാക്കി ഞങ്ങളെ ഈ ഷോറൂം അപ്പുറത്തുമാക്കാൻ വേണ്ടി 1 വർഷമായി IOCയുമായി ഞങ്ങൾ അഗ്രിമെന്റ് കരാർ ഒപ്പിട്ടിട്ട് 1 വർഷമായി. ഇപ്പോൾ ഇന്നലെയും പോയി കണ്ടു. ഇവിടെ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ, ആവശ്യമില്ലാത്ത വാദങ്ങൾ ഉന്നയിച്ചിട്ട് ഇതിങ്ങനെ ഡിലേ ചെയ്തു പോവുകയാണ്. ഇനിയെങ്കിലും ഈ ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ.
മലയാളി മജീഷ്യൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ മാജിക് ഫെസ്റ്റിന് ആലപ്പുഴയിൽ തുടക്കമായി. പ്രമുഖ മജീഷ്യൻ സാമ്രാജ്യ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. മുൻമന്ത്രി ജി സുധാകരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. കേരള സംഗീത നാടക അക്കാദമി കലാകാരന്മാർക്ക് സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിക്കുവാൻ അവസരം നൽകുന്നതിൽ കഴിഞ്ഞ 3 വർഷമായി മജീഷ്യന്മാർക്ക് നൽകിയിരുന്ന 50ഓളം സ്റ്റേജ് പരിപാടികൾ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കണമെന്ന പ്രമേയവുമായി മലയാളി മജീഷ്യൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് അഖിലേന്ത്യാ മാജിക് ഫെസ്റ്റിന് ആലപ്പുഴയിൽ തുടക്കമായി. ആലപ്പുഴ സെന്റ് ജോർജ് ഓഡിറ്റോറിയത്തിലാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പ്രമുഖ മാന്ത്രികനും MMA രക്ഷാധികാരിയുമായ മജീഷ്യൻ സാമ്രാജ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കലാരൂപം കൊണ്ട് ഉപജീവനമാർഗം നയിക്കുന്നുണ്ട്. അതിലൊരു കാര്യം തന്നെയാണ് മാജിക് വിസ്മയമാണ്. അതാണ് മാജിക്കിന്റെ മറ്റു കലാരൂപങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ഇതിന്റെ രഹസ്യങ്ങൾ, പണ്ടൊന്നും രഹസ്യങ്ങളൊന്നുമില്ല, ആർക്കും അറിയില്ല. അതാണ് ആ മിസ്റ്ററി, അതിശയം അതുകൊണ്ടായിരുന്നു. ഇന്നിപ്പോൾ അർഹതയില്ലാത്തവരുടെ കയ്യിലൊക്കെ ഇത് ചെന്നെത്തിപ്പെട്ട് അവർ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം കണ്ട് ഇതിന്റെ മിസ്റ്ററി വളരെ വളരെ ഇത് ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. മനസ്സിലായി? ഏതായാലും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ചടങ്ങിൽ മുഖ്യാതിഥി ആയി. അസോസിയേഷൻ പ്രസിഡന്റ് ബിനു പൈറ്റാൽ ചടങ്ങിൽ അധ്യക്ഷനായി. സീനിയർ മാന്ത്രികൻ RK മലയത്ത് മായാജാല മത്സരം ഉദ്ഘാടനം ചെയ്തു. മയൻ വൈദ്യർ ഷാ, ജോസഫ് സേബ, പ്രശാന്ത് വേങ്ങാട്ട്, MK കൊട്ടാരം, നൌഷാദ് രാമനാട്ടുകര, ഫാദർ ജോബിൻ തൈപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 350ലധികം മാന്ത്രികർ പരിപാടിയിൽ സംബന്ധിച്ചു. മാന്ത്രികൻ രാജേഷ് ചന്ദ്ര അവതരിപ്പിക്കുന്ന ഡയർ ഡെവിൾ എസ്കേപ്പ്, ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരി അവതരിപ്പിക്കുന്ന ഇന്ത്യൻ മാംഗോ ട്രീ മാജിക് എന്നിവയടക്കം നിരവധി വ്യത്യസ്ത മാജിക് കലാരൂപം 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ മുഖ്യ ആകർഷണമാണെന്ന് സംഘാടകർ പറഞ്ഞു. ഇത്തിരി സ്ഥലത്ത് ഒത്തിരി കൃഷി ചെയ്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി തീർന്നിരിക്കുന്ന കുട്ടിക്കർഷകരാണ് ഫരീദയും ഫാദിയയുമെന്ന് മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് പറഞ്ഞു. മട്ടുപ്പാവിലെ കുട്ടിത്തോട്ടം സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തിരി സ്ഥലത്ത് ഒത്തിരി കൃഷി ചെയ്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി മാറിയ കർഷകരാണ് കുട്ടിക്കർഷകരായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസുമെന്ന് മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് പറഞ്ഞു. എന്റെ കുട്ടിത്തോട്ടം എന്റെ അഭിമാനം, കൃഷിയാണ് എന്റെ ലഹരി എന്ന സന്ദേശമുയർത്തി ഫരീദയും ഫാദിയായും വീടിന്റെ മട്ടുപ്പാവിൽ നടത്തുന്ന 5ാം ഘട്ട ജൈവ കൃഷി കാണാനെത്തിയതായിരുന്നു അദ്ദേഹം. വീടിന്റെ മട്ടുപ്പാവിൽ ചിട്ടയായി ഒരുക്കിയിരിക്കുന്ന കൃഷിത്തോട്ടം തീർത്തും മാതൃകാപരവും പ്രോത്സാഹനമർഹിക്കുന്ന ഒന്നാണെന്നും ഇത്തരത്തിൽ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തമായി കൃഷി ചെയ്ത് വിഷരഹിത പച്ചക്കറിയും മറ്റും ഉൽപ്പാദിപ്പിക്കുവാൻ കാണിക്കുന്ന സന്മനസ് കാണാതെ പോകാൻ പറ്റില്ല എന്നും AM ആരിഫ് പറഞ്ഞു. രണ്ടുപേരും അവര് ഈ നാടിനാകെ മാതൃകയായി, വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും യുവതലമുറയ്ക്കും മാതൃകയായി, ഒരു വീടിന്റെ വളരെ ചുരുങ്ങിയ ചുറ്റുപാടിൽ അത്ഭുതകരമായി ഒരുപാട് ഇനം കൃഷികൾ, അത് വീടിന്റെ താഴെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഉള്ള സ്ഥലത്തെല്ലാം പൂർണ്ണമായും വൈവിധ്യമാർന്ന കൃഷികൾ. അത് ഫലവർഗ്ഗങ്ങളുണ്ട്, അതുപോലെ നല്ല 1ാം തരം പൂക്കൃഷിയുണ്ട്. അതുപോലെ വീടിന്റെ മട്ടുപ്പാവിൽ ആയ ഒരു നില കെട്ടിടമാണ്. ആ ഒരു നിലയുടെ മുകളിൽ എല്ലാ വ്യത്യസ്തങ്ങളും, എന്തിന് മുന്തിരി, അതുപോലെ മാതളനാരങ്ങ, അതുപോലെ വിവിധ ഇനങ്ങൾ, ഒരുപാട് ഇനങ്ങൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന കൃഷി ചെയ്ത് എല്ലാവരുടെയും പ്രശംസ നേടിയിരിക്കുകയാണ്. ഈ കുട്ടികളെ കാണാൻ വേണ്ടി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, അങ്ങനെ തുടങ്ങി ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ ജനപ്രതിനിധികളും എല്ലാം ഇവിടെ വന്ന് ഈ കൃഷി ഇവർ ചെയ്യുന്ന കണ്ട് മനസ്സിലാക്കി. സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയായ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് കൂടിയായ ഈ സഹോദരിമാരായ കുട്ടിക്കർഷകരെ തേടി നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം എത്തിയിട്ടുണ്ട്. ആലപ്പുഴ സെന്റ് ജോസഫ് ഗേൾസ് HSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫരീദ ഫിറോസ്. സെന്റ് ജോസഫ് LPSലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാദിയ ഫിറോസ്. ആലപ്പുഴ നഗരസഭ വട്ടയാൽ വാർഡിൽ
പുത്തൻവീട് പുരയിടം ഫരീദ മൻസിലിൽ ഫിറോസ് അഹമ്മദും നാസിലയുമാണ് മാതാപിതാക്കൾ. ആലപ്പുഴ ലിയോ 13 LP സ്കൂളിലെ LKG വിദ്യാർത്ഥി ഫാദിൽ മുഹമ്മദാണ് അനുജൻ. കടക്കരപ്പള്ളി വികസന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 335 വീടുകൾ പൂർത്തീകരിച്ച് നൽകിയതായി വികസന സദസ്സിൽ ചൂണ്ടിക്കാട്ടി. ലൈഫ് ഭവന പദ്ധതിയിലൂടെ 335 വീടുകൾ പൂർത്തീകരിച്ച് നൽകിയതായി കടക്കരപ്പള്ളി പഞ്ചായത്ത് വികസന സദസ്സിൽ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വികസന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ട 11 കുടുംബങ്ങളെയും മൈക്രോ പ്ലാനിൽ ഉൾപ്പെടുത്തി ആവശ്യമായ സേവനങ്ങൾ നൽകി സുരക്ഷിതരാക്കിയതായി പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സെക്രട്ടറി S. ഷാജി പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ അധ്യക്ഷനായി. അസിസ്റ്റന്റ് സെക്രട്ടറി R. രതീഷ് കുമാർ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സതി അനിൽകുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TV ദേവദാസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ഷിബു, TK സത്യാനന്ദൻ, പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴ നഗരസഭാ ശതാബ്ദി മന്ദിരം ആലിശ്ശേരി റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. 1,58 ലക്ഷം രൂപ ചെലവിൽ BMBC നിലവാരത്തിൽ പൂർത്തിയാക്കിയ റോഡ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി നഗരസഭയിലെ ശതാബ്ദി മന്ദിരം ആലിശ്ശേരി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 1,58 ലക്ഷം രൂപ ചെലവിൽ BMBC നിലവാരത്തിൽ പൂർത്തിയാക്കിയ റോഡ് പൊതുമരാമത്ത് വകുപ്പാണ് നിർമ്മിച്ചത്. H. സലാം MLA റോഡിന്റെ ഉദ്ഘാടനം നടത്തി. മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകൾ 100% BMBC നിലവാരത്തിൽ പൂർത്തിയാക്കിയതായി H. സലാം പറഞ്ഞു. അതിനോടെല്ലാം വളരെ പോസിറ്റീവായൊരു സമീപനം പൊതുവെ ഇവിടെയുള്ള ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5 കുടുംബങ്ങൾ, 5 പേർ അവരുടെ മതിൽ പൊളിച്ചു തന്നു ഈ റോഡ് നിർമ്മിക്കാൻ എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അവരെ പ്രത്യേകമായി ഞാൻ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ചില അല്പം സ്ഥലം വിട്ടു തന്നവരുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കട അല്ലേ ഇവിടെയുണ്ട്, സ്ഥലം വിട്ടു തന്നു. അപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഉള്ളതിൽ നിന്ന് എങ്കിലും ഒരു പൊതുകാര്യത്തിനായി കൊടുക്കാൻ കഴിയുന്ന ഒരു മനസ്സാണ് ഒരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും വിലയുള്ള കാര്യം, ഏറ്റവും മൂല്യവത്തായ കാര്യം. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. നഗരസഭയുടെയും പഞ്ചായത്തിന്റെയും അധീനതയിലുള്ള റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകിയതിനെ തുടർന്നാണ് ഉന്നത നിലവാരത്തിലുള്ള റോഡുകൾ പുനർനിർമ്മിക്കാനായതെന്ന് MLA കൂട്ടിച്ചേർത്തു. ഡ്രെയിനേജ് സംവിധാനം, സൈൻ ബോർഡുകൾ, സ്റ്റഡ്, ബോർഡർ ലൈകൾ, മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് റോഡ് പൂർത്തിയാക്കിയത്. 1 കിലോമീറ്ററിലധികം നീളത്തിലുള്ള റോഡിൽ 385 മീറ്റർ നീളത്തിൽ ബ്രാഞ്ച് റോഡും പൂർത്തിയാക്കി. ഏറെ നാളായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും വിവിധ സംഘടനകളും നേരത്തെ നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് 1,58 ലക്ഷം രൂപ അനുവദിച്ച് റോഡ് പൂർത്തിയാക്കിയത്. ഗുരുമന്ദിരത്തിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗൗരി കാർത്തിക, അസിസ്റ്റന്റ് എഞ്ചിനീയർ S. വിഷ്ണു, ഗീതു, മറ്റുദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാക്കാടം പാടശേഖരത്തിന് അനുവദിച്ച വെർട്ടിക്കൽ ആക്സിയൽ പമ്പിന്റെ പ്രവർത്തനോദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാക്കാഴം പാടശേഖരണത്തിന് അനുവദിച്ച വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 85 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ 30 HP പമ്പാണ് അനുവദിച്ചത്. 14 ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച പമ്പ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കൊടുക്കാൻ ആവശ്യമായ പദ്ധതി ഉണ്ടാക്കി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന്റെ സൗകര്യവും പ്രയോജനം ഞാൻ പ്രത്യേകിച്ച് കൃഷിക്കാരോട് പറയേണ്ട കാര്യമില്ല. എല്ലാ വർഷവും പെട്ടി ഊരി പെട്ടി റിപ്പയർ ചെയ്ത് നെയ്യൊക്കെ തേച്ച് വീണ്ടും ഇറക്കേണ്ട, എല്ലാ വർഷവും അങ്ങനെ വരുന്ന സീസൺ കഴിയുമ്പോൾ വേണ്ടി വരുന്ന ആവർത്തന ചെലവ് ഈ കാര്യത്തിൽ ഉണ്ടാവില്ല.
അപ്പോൾ അത് ഭംഗിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്ത പമ്പിൻ്റെ പൈപ്പിന് അല്പം നീളം കുറവുണ്ട്. അത് അടിയന്തരമായതിന് പാടശേഖര സമിതിയാണെങ്കിൽ നേരിട്ടാണെങ്കിൽ അത് ചെയ്യണം. ചെയ്ത് പൈപ്പ് നീളം കൂട്ടുന്നില്ലെങ്കിൽ പിന്നെ മാടി ഇടിഞ്ഞ് ഈ ബണ്ട് തന്നെ പ്രയാസമായിട്ട് വരും ഭാവിയിൽ. അങ്ങേ ഭാഗത്ത് വെള്ളം ചെന്ന് തള്ളുന്ന ഭാഗത്തും അവിടെയും ഇടിഞ്ഞു പോകാതിരിക്കാൻ ആവശ്യമായ ഒരു പ്രൊട്ടക്ഷൻ അതും ആവശ്യമായ കാര്യമാണ്. കാരണം തോടിന്റെ വീതി കുറവുള്ള സ്ഥലമായതുകൊണ്ട് അങ്ങനെ ഒരു പ്രയാസം വരാൻ സാധ്യതയുണ്ട്. മോട്ടോർ തറയ്ക്ക് സമീപം ചേർന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് അധ്യക്ഷയായി. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ്, അംഗം UM കബീർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ S രഞ്ജു, കൃഷി അസിസ്റ്റന്റ് നൂർജഹാൻ, പാടശേഖര സമിതി പ്രസിഡന്റ് G രവീന്ദ്രൻ, സെക്രട്ടറി K മുരളി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം V അനിത ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന കയർഫെഡ് ഷോറൂമിൽ തീപടർന്ന് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി സൂചന. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. മലയാളി മജീഷ്യൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 2ാമത് അഖിലേന്ത്യാ മാജിക് ഫെസ്റ്റിന് ആലപ്പുഴയിൽ തുടക്കമായി. പ്രമുഖ മജീഷ്യൻ സാമ്രാജ്യ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. മുൻമന്ത്രി G സുധാകരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇത്തിരി സ്ഥലത്ത് ഒത്തിരി കൃഷി ചെയ്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി തീർന്നിരിക്കുന്ന കുട്ടിക്കർഷകരാണ് ഫരീദയും ഫാദിയയും എന്ന് മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് പറഞ്ഞു. മട്ടുപ്പാവിലെ കുട്ടിത്തോട്ടം സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരസഭ ശതാബ്ദി മന്ദിരം ആലിശ്ശേരി റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. 1,58 ലക്ഷം രൂപ ചെലവിൽ BMBC നിലവാരത്തിൽ പൂർത്തിയാക്കിയ റോഡ് H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.